സൊസൈറ്റിയിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടി എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇവരെ നമ്മൾ എങ്ങനെ നമ്മുടെ ഈ ഓണത്തിന് മറക്കാനാണല്ലേ? എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. സമ്മാനങ്ങളായിട്ടൊക്കെ മാവേലി വരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനത്തെ ഒരു നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? ഇവിടെ നിന്നാരും കണ്ടിട്ടില്ല. നമ്മുടെ ഇമാജിനേഷനുള്ള മാവേലി എല്ലാ വർഷവും നമ്മൾ എതിരേൽക്കുകയല്ലേ? അതെ, ഓണം സദ്യ നിങ്ങൾ എന്തായാലും കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് മാഡം തന്നെയാണോ കുക്ക് ചെയ്യാറ്, അതോ എന്തെങ്കിലും ഡോക്ടർ ഓണ സദ്യയിൽ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാൻ അറിയോ? ഞാനോ? ഏത് വേണം ഉണ്ടാക്കി തരാം. ശരിക്കും ഉണ്ടാക്കാൻ പ്രയാസമുള്ള സാധനം അവിയലല്ലേ? അതെ, സുന്ദരമായിട്ട് ഉണ്ടാക്കി തരാം. ആണോ? ആഹാ, പായസങ്ങൾ ഇപ്പൊ മറന്നുപോയിട്ടുണ്ടാവും. കൊറേ ആയോ ഉണ്ടാക്കിയിട്ട്? അച്ഛനൊക്കെ ഉണ്ടായ സമയത്ത് രണ്ടിടത്തും അച്ഛനമ്മയൊക്കെ ഉണ്ടായ സമയത്ത് ഓണത്തിന് നമ്മളെല്ലാവരും ഇവിടെ വേണം എന്നുള്ള ഒരു മസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ വേണം. അതുപോലെ എല്ലാവർക്കും അച്ഛൻ ഓണക്കൂടി വരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ജനറേഷൻ വരുമ്പോഴേ അടുത്ത ജനറേഷന് അച്ഛന് കൊടുക്കില്ല, അടുത്ത ജനറേഷൻ കൊടുക്കേണ്ടത് ഞങ്ങളാണ്. നമുക്ക് ആ കോടി കിട്ടുന്ന ദിവസം, ഓണക്കോടി ദിവസം കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ആവശ്യത്തെ പലപ്പോഴും ആ കിട്ടുന്ന ഒരു കോടി തന്നെ വേണം വിശേഷിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് ഇപ്പൊ ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ സൈസ് കുറേ 42 വേണോ 42 എടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഇഷ്ടംപോലെ പൂക്കളാണ് ഒരു വീട്ടിലും. ആരുടെ വീടാണെങ്കിൽ നമ്മൾ കയറി പൂ പറിച്ചാല് ആരും ഒന്നും ചെയ്യാൻ പറയില്ല. അങ്ങനെ കയറി പറിച്ചാൽ ചിലപ്പം കത്തിക്കുത്ത് വരെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് മാറ്റങ്ങൾ ശരിക്കും വരുന്നത്. ഓണം വരുമ്പം കേരളത്തിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ ജാതി ഭേദമന്യേ എല്ലാവരും എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലായിടത്തും ഓണം 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 ഓണസദ്യ, എല്ലാരും ഓണത്തിന്റെ വേഷം. അങ്ങനെ ഒരു നമുക്ക് ഒരു കളക്റ്റീവ് ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഫീലിംഗ്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. അങ്ങനെ നമ്മുടെ ഈ ഓണയാത്രയിൽ നമ്മൾ ഓരോ സെലിബ്രിറ്റീസിന്റെ വീടുകളിലൊക്കെ പോയി ഓണ സമ്മാനങ്ങളൊക്കെ കൊടുത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാനും മാവേലിയും ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെയൊക്കെ അഭിമാനം, നമ്മളെല്ലാം ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഡോക്ടർ ഗംഗാധരൻ്റെയും ഡോക്ടർ ചിത്രധാര മാഡത്തിൻ്റെയും വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടി എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇവരെ നമ്മൾ എങ്ങനെ നമ്മുടെ ഈ ഓണത്തിന് മറക്കാനാണല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ അടുത്തും ഹാപ്പി ഓണം പറയാനായിട്ട്. ഡോക്ടർ ഹാപ്പി ഓണം. ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഇങ്ങോട്ടൊക്കെ മാവേലി ഇതുപോലെ വരാറുണ്ടോ ഡോക്ടർ? മാവേലി ഇരിക്കും. ഇങ്ങോട്ടും ഇതുപോലെ ഇപ്പൊ മാവേലിയൊക്കെ വരാറുണ്ടോ ഓണ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട്? നമുക്ക് ആ ഒരു ഇത് ആദ്യമായിട്ടാണ് ആണല്ലേ മാവേലിയായിട്ട് ഇങ്ങനെ വരുന്നത്. ആദ്യമായിട്ട് തന്നെയാണ് സമ്മാനങ്ങളുമായിട്ടൊക്കെ മാവേലി വരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനത്തെ ഒരു നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? ഇവിടെ നിന്നാരും കണ്ടിട്ടില്ല. നമ്മുടെ ഇമാജിനേഷനുള്ള മാവേലി എല്ലാ വർഷവും നമ്മൾ എതിരേൽക്കുകയല്ലേ? ഒരു ഇതായിട്ട് പരിപാടിയായിട്ട് അങ്ങനെ നടക്കാറില്ല. ഇല്ല അല്ലെ? ഇവിടുത്തെ ഈ അസോസിയേഷൻ അവിടെ അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടാവാറില്ല. സാധാരണ അല്ല, അങ്ങനത്തെ ഇല്ല. മാവേലിക്കേണ്ട പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു വീടുകളിൽ വന്ന് ഇതൊക്കെ കൊടുക്കുന്നത് തൃപ്പൂണിത്തുറ ആയതുകൊണ്ടും അത്തച്ചമയം ആയതുകൊണ്ടും നമുക്കിവിടെ പുറത്തിറങ്ങിയപ്പോ തന്നെ അറിയാം ഓണമാണ് എന്നുള്ള കാര്യം. എല്ലാ വഴികളിലും തിരക്ക്, നിറയെ പൂക്കളും വാങ്ങിക്കാനുള്ള ആൾക്കാരും ഓടിപ്പാഞ്ഞ് നടക്കുന്ന ആൾക്കാരും വേണ്ടി നടക്കുന്ന ആൾക്കാര് ഒരു രസം തന്നെയാണ്. നമുക്കൊരു കുറച്ച് സമയമെങ്കിലും നമ്മളെ പഴയ കാലം ഓർക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പത്തെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും ഓണം ആഘോഷിക്കാൻ സമയം കിട്ടാറുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? അറ്റ്ലീസ്റ്റ് ഓണ സദ്യയെങ്കിലും കഴിക്കാൻ പറ്റാറുണ്ടോ? ഓണസദ്യ കഴിക്കാറുണ്ട്. ഉണ്ടോ? എല്ലാ വർഷം കഴിക്കാറ്. പ്രത്യേകമായിട്ട് നമ്മുടെ ഒരു നാടിന്റെ ഫംഗ്ഷൻ അല്ലേ? നമ്മുടെ പഴയ ഓർമ്മകളെ നൊസ്റ്റാൾജിക് എല്ലാം ഇറക്കിയ ഒരു ഓണം. നമ്മൾ പഴയകാല ഓർമ്മകൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാന്ന് വെച്ചാല് പണ്ട് അച്ഛനൊക്കെ ഉണ്ടായ സമയത്ത് രണ്ടിടത്തും അച്ഛനമ്മയൊക്കെ ഉണ്ടായ സമയത്ത് ഓണത്തിന് നമ്മളെല്ലാവരും ഇവിടെ വേണം എന്നുള്ള ഒരു മസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ വേണം. അതുപോലെ എല്ലാവർക്കും അച്ഛൻ ഓണക്കൂടി വരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ജനറേഷൻ വരുമ്പോഴേ അടുത്ത ജനറേഷന് അച്ഛന് കൊടുക്കില്ല, അടുത്ത ജനറേഷൻ കൊടുക്കേണ്ടത് ഞങ്ങളാണ്. അടുത്ത ജനറേഷൻസ് കൈമാറുകയാണ്. അപ്പൊ ഞങ്ങളാണ് പിന്നെ അടുത്ത ജനറേഷൻ കൊടുക്കുന്നത്. ഒരു ജനറേഷൻ കൂടെ വന്നു. അപ്പൊ ആ ജനറേഷൻ കൊടുക്കുന്നത് അടുത്ത ജനറേഷനിലുള്ള ആൾക്കാർ. അത് പലപ്പോഴും ഒരു ശരിക്കും ഒരു ഇതായി തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാല്
ഒരു പരസ്പരം കാണാനും അല്ലെങ്കിൽ കുറച്ച് ആ ഒരു 2-3 ദിവസമാണെങ്കിൽ തന്നെ 2-3 ദിവസം അങ്ങനെ, പക്ഷെ അതിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്കൊരു അവസരം ഉണ്ടായിരുന്നു. അല്ലെ, പണ്ടത്തെ ഓണം എന്ന് പറഞ്ഞ വ്യത്യാസമാണ്. നമുക്ക് ആ കോടി കിട്ടുന്ന ദിവസം, ഓണക്കോടി ദിവസം കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ആ വർഷത്തെ പലപ്പോഴും ആ കിട്ടുന്ന ഒരു കോടി എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് അപ്പൊ ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ സൈസ് പറയും 42 വേണോ 44 വേണോ എടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. പണ്ട് അങ്ങനെയില്ല, അത് നമുക്ക് റെഡിമെയ്ഡ് സാധനങ്ങളില്ല. അപ്പൊ ഇപ്പോഴും ഞാൻ തമാശക്ക് ഓർക്കണം, അച്ഛനൊക്കെ വാങ്ങിച്ചോണ്ട് വരുമ്പോ അച്ഛൻ എല്ലാവർക്കും ഉള്ള പീസ് ഒരുമിച്ച് റോള് പോലെ വാങ്ങിച്ചോണ്ട് വരും. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ആ ഒരു സമ്പ്രദായത്തിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര മാറ്റം. കാരണം ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയോടുകൂടെ നമുക്ക് കിട്ടുന്ന ഓണക്കോടി എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ ഒരു മാധുര്യം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളന്ന് അനുഭവിച്ച വേറെ കാര്യം കൂടി ഉണ്ട്. നമ്മള് പൂക്കൾ പറിക്കാൻ പോകുന്നു. നമ്മള് വീട്ടിൽ പൂവിടുന്നേക്കാൾ നമുക്ക് രസം എല്ലാരും കൂടെ പോയി പൂ പറിക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പറഞ്ഞു അന്ന് ഇഷ്ടംപോലെ പൂക്കളാണ്. ഒരു വീട്ടിലും ആരുടെ വീടാണെങ്കിലും നമ്മൾ കയറി പൂ പറിച്ചാൽ ആരും ഒന്നും ചെയ്യാൻ പോകില്ല. പക്ഷെ ഇന്ന് അങ്ങനെ കയറി പറിച്ചാൽ ചിലപ്പം കത്തിക്കുത്ത് വരെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് മാറ്റങ്ങൾ ശരിക്കും വരുന്നത്. ഇപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തുമ്പ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ മുക്കുറ്റിപ്പൂ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അതൊക്കെയാണ്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് നമ്മളിപ്പോ കടയിൽ നിന്ന് പോയി വരുന്ന വഴിയിൽ വെച്ച് വെക്കുന്ന സൂര്യകാന്തി പൂക്കളും ഒക്കെയാണ് നമ്മുടെ സങ്കല്പത്തിലെ. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഇടുന്ന കളറുകളൊക്കെയാണ് പറഞ്ഞാൽ അതൊന്നുമില്ല. അപ്പൊ അതൊക്കെ വന്നൊരു മാറ്റം തന്നെയാണ്. എനിക്ക് ഓണത്തിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഓണം വരുമ്പം കേരളത്തിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ ജാതി ഭേദമന്യേ എല്ലാവരും എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലായിടത്തും ഓണം 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 ഓണസദ്യ, എല്ലാരും ഓണത്തിന്റെ വേഷം, അങ്ങനെ ഒരു നമുക്ക് ഒരു കളക്റ്റീവ് ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഫീലിംഗ് എപ്പോഴും വരും. അത് ശരിക്കും ഇപ്പോഴും ഉണ്ടെന്നുള്ളത് തന്നെയാണ് സത്യം. നിങ്ങൾ ശരിക്കും അപ്പൊ എല്ലാ ഓണസദ്യ നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കഴിക്കാറുള്ളത്, എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും അല്ലേ? അന്ന് നിങ്ങൾ ഉണ്ടാവും. മിക്കവാറും മക്കളും എല്ലാവരും വരും, മക്കളുടെ മക്കളെല്ലാം അവരും വരും. എല്ലാം കൂടിയുള്ള സദ്യയാണ്. എനിക്ക് അറിയാവുന്ന കാര്യം, ഇവിടെ എന്നും എന്താ പറയാ, വളരെ ഏർലി മോർണിംഗ്, വെളുപ്പിന് 3 മണി 4 മണി മുതൽ ഡോക്ടറിനെ ഒന്ന് കാണാൻ, ഡോക്ടറിന്റെ ആ ഒരു കരസ്പർശത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്രയോ പേര് ഡോക്ടറിനെ കാത്തിരിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓണ നാളുകളിലും ഇതേപോലെ പേഷ്യൻസ് അന്ന് ഉണ്ടാവും? സാധാരണ അങ്ങനെ തിരക്കുണ്ടാവില്ല, അവരും ഓണം ആഘോഷിക്കുകയാണല്ലോ. പക്ഷെ അവർ പേഷ്യൻസ് വരുമോ? ചിലർ വരും, കുറച്ച് പേരൊക്കെ വരും. തീർത്തും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വരും. ആണല്ലേ? പക്ഷെ അതിനേക്കാൾ ഒരു രസകരമായ വേറൊരു വശമുണ്ട്. എന്താ അത്? അത് ഈ ഓണത്തിന് ചില പേഷ്യൻസ് തരുന്ന സാധനങ്ങളുണ്ട്. അത് വർഷങ്ങളായിട്ട് ഉത്രാടം ദിവസം രാവിലെ പച്ചക്കറിയായിട്ട് ഇവിടെ വരുന്ന ഒരു ഫാമിലി ഉണ്ട്. അവര് വരുന്നത് നമ്മുടെ ചോറ്റാനിക്കര ഭാഗത്തുനിന്നാണ്. അത് കാരണം അതില് ഒരാള് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ആളാ, മോൻ ട്രീറ്റ് ചെയ്ത, കുട്ടിക്കാലത്ത് ട്രീറ്റ് ചെയ്ത, അവർ കൃഷിക്കാരാണ്. അതിന്റെ പാരമ്പര്യം സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാ ഉത്തരവാദിത്ത നാളിലും രാവിലെ ഇവിടെ വരും. അപ്പൊ ഞങ്ങള് ആ ദിവസം ഞങ്ങൾ അവർക്കുള്ള ഓണക്കോടികൾ കൊടുക്കും, ആ ദിവസം കൊടുക്കും. അതേപോലെ നമുക്ക് ശരിക്കും ഓണം എന്നുള്ള അറിഞ്ഞപ്പം പലരും ചിലപ്പം കൊണ്ടുവരുന്നത് ചോദിക്കും, ഡോക്ടറെ ഞാൻ തന്ന വാങ്ങിക്കുമെന്നൊക്കെ. വാങ്ങിക്കുന്നത് സംശയിക്കുന്നത് അത് ചിലപ്പം മഞ്ഞപ്പൊടി ആയിരിക്കും അവര് ചെയ്യുന്ന സാധനം. അത് ആ മഞ്ഞപ്പൊടിയുടെ വ്യത്യാസം കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന മഞ്ഞപ്പൊടിയല്ല, അവരുടെ വീട്ടില് അവര് തന്നെ പൊടിച്ച് കൊടുക്കുന്നത്. അതൊക്കെയാണ് അതിന്റെ ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന സുഖം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. അതൊരു വശം നല്ലപോലെ ഉണ്ട് തീർച്ചയായിട്ടും. മാഡത്തിനാണേലും ഇപ്രാവശ്യം എന്നാ നാട്ടിൽ നിന്ന് വീടുകളിലേക്ക് കയറാന്ന് വിചാരിച്ചേ? മൈൽ സ്റ്റോൺ ഇപ്രാവശ്യം ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഓണത്തിന് ചെയ്യുന്നുണ്ട്. ഓണത്തിന് മാത്രമല്ല, ഒരുപാട് പുതിയ ഷോസ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ മാവേലി വിചാരിച്ചു നാട്ടിലേക്ക് പെട്ടെന്ന് റീച്ച് കിട്ടുന്നത് മൈൽ സ്റ്റോൺ വഴി അങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചല്ലേ മാവേലി? പുറത്തുള്ളതിനേക്കാളും മാവേലിക്ക് സേഫ് വീടുകളിൽ വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഒരു ഓണം ആയിക്കൊണ്ടും ഇന്നും അതെ, നിങ്ങളും എനിക്കറിയാം എപ്പോഴും ഒരേപോലെ തന്നെ എന്നും ഹോസ്പിറ്റൽ പേഷ്യൻസ് ഇത് തന്നെയാണല്ലോ നിങ്ങളുടെ ഇതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സമയം ഞങ്ങള് പക്ഷെ ഓണം ഭയങ്കര ഗെയിമായിരുന്നു നാട്ടിലെ. ഞങ്ങള് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും തിരുപ്പൂരാണല്ലോ, തമിഴ്നാട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ഓണം എന്ന് പറഞ്ഞാൽ
വള്ളംകളി, ഊഞ്ഞാല്, വലിയ വലിയ ഊഞ്ഞാലുകളാടി ഇങ്ങനെ വലിയ ഇതിലൊക്കെ കെട്ടി എല്ലാവരും ഊഞ്ഞാലാടുക, വള്ളംകളി, പിന്നെ ഇല്ലടിച്ചാമ്പാട്ട്, ഇതൊക്കെ ആ കലകളൊക്കെ നിന്ന് പോയി. ഇപ്പൊ വള്ളംകളി ഉണ്ട്, പുലികളി, എല്ലാം ഉച്ച കഴിയുമ്പോ പുലികളി വരും. ഇപ്പൊ അവിടെ നാട്ടിൽ അതൊക്കെ ഉണ്ടാവും ഇപ്പോഴും? നാട്ടില് കുറവാണല്ലേ? ഇപ്പൊ നമ്മള് കേന്ദ്രീകരിച്ചാണ് പുലികളി. നമ്മളെ പുലികളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ മനസ്സിൽ വരെ തൃശ്ശൂരാ. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയി. അതായത് അവിടെ ഒരു ദിവസം ആ പുലികളിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നതല്ലാതെ നാട്ടിൻപുറത്ത് എനിക്ക് തോന്നുന്നത് കളികൾ കുറെ കുറഞ്ഞു. അല്ലെങ്കിൽ നാടൻ പന്തുകളി മത്സരങ്ങള്, അതൊക്കെ പത്തോണം അന്ന് എല്ലാ ദിവസവും ഓണാഘോഷവും എല്ലാം ഉണ്ടാവും. ഇപ്പൊ അതെല്ലാം ഓരോ റെസിഡൻസ് അസോസിയേഷനും അസോസിയേഷന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള കളികളും എല്ലാം ഇപ്പൊ നടക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇനിയിപ്പം ഞാൻ അധികം സമയം എടുക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങാം. അപ്പോൾ ഓണമൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല കേമായിട്ട് തന്നെ പോട്ടെ. ഓണത്തപ്പന് നമ്മൾ പിന്നെ മാവേലിയുടെ കൂടെ തന്നെ ഓണത്തപ്പനെ നമ്മള് വരവേൽക്കുന്ന അങ്ങനെയാണല്ലോ. ഇപ്പൊ ഇവിടെ നിങ്ങൾ അത്തപ്പ് ഇടാറുണ്ട് അല്ലെ? പേർക്കുട്ടികള് അവരിടാറുണ്ട് അല്ലേ? അപ്പൊ ഓണത്തപ്പനെയൊക്കെ വെക്കും. അപ്പൊ കൊച്ചുമോള് വെക്കും. ആ ഇടും. ഓക്കെ. ഡോക്ടറിന്റെ അടുത്ത് പല രീതിയിലും ആൾക്കാർ സഹായത്തിനും എല്ലാം ഈ ആരോഗ്യപരമായിട്ടും അല്ലാതെയും ഒക്കെ എപ്പോഴും നിങ്ങളുടെ ഈ രണ്ടുപേരുടെയും പ്രസൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നതാണ്. ഒരേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഓണം സദ്യ നിങ്ങൾ എന്തായാലും കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് മാഡം തന്നെയാണോ കുക്ക് ചെയ്യാറ്, അതോ എന്തെങ്കിലും ഡോക്ടർ ഓണ സദ്യയിൽ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാൻ അറിയോ? ഞാനോ? ഏത് വേണം ഉണ്ടാക്കി തരാം. ശരിക്കും ശരിക്കും ആണോ മാഡം? എല്ലാം ഉണ്ടാക്കാൻ അറിയോ? പഠിച്ചതല്ല, അതിന് മുമ്പ് പഠിച്ചാണ്. ആണോ? നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കും എല്ലാ ഐറ്റംസും ഉണ്ടാക്കി തരാം. ആണോ? കഴിക്കാനുള്ള ധൈര്യം അവിടെ അത് ഞങ്ങൾ റിസ്ക് എടുത്തിട്ടിരിക്കണം. അങ്ങനെയല്ല. നല്ല സ്വാദിഷ്ടമായ ഉണ്ടാക്കാൻ പ്രയാസമുള്ള സാധനം അവിയലല്ലേ? അതെ, സുന്ദരമായിട്ട് ഉണ്ടാക്കി തരാം. ആണോ? ആഹാ. പായസങ്ങൾ ഇപ്പൊ കൊറേ ആയോ ഉണ്ടാക്കിയിട്ട്? പായസം ഡോക്ടർക്ക് ഇഷ്ടമുള്ള പായസം എന്താ? എനിക്ക് പാൽപായസം. മാഡത്തിനോ? സേമിയ അടപ്രഥമൻ ആണ് രണ്ടുപേർക്കും ഇഷ്ടം. അവിയൽ ഇഷ്ടപ്പെടാൻ കാര്യം ഞാൻ ഉണ്ടാക്കി അവിയൽ കഴിച്ചാണ്. ഇപ്പൊ അതുകൊണ്ട് അവിയലാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഉണ്ടാക്കി തരുന്ന ഏത് ഐറ്റമാണ്? നന്നായിട്ട് അവിയൽ ഉണ്ടാക്കും. എന്തും നല്ല മാസ്റ്റർ പീസ് അവിയൽ തന്നെ ആണോ? അപ്പൊ വേറെ അപ്പൊ ഡോക്ടർ എവിടുന്നാണ് അവിയൽ ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് ഇപ്പൊ മനസ്സിലായി. ആദ്യം പഠിച്ചു, രണ്ടാമത് പഠിച്ചോന്ന് ചോദിക്കരുത്. ഓക്കെ. പക്ഷെ ഇപ്പൊ കുക്ക് ചെയ്യാറൊന്നും ഉണ്ടാവില്ല അല്ലെ നിങ്ങള്? അല്ലെ? ഇപ്പൊ തിരക്കും കാര്യങ്ങളും സമയമാകുമ്പോ വന്നിരുന്ന് കഴിക്കാൻ സമയം ഒരുപാട് തിരക്കല്ലേ? പ്രയാസമൊന്നുമില്ല. ഇപ്പം സപ്പോസ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി താമസിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. പഠിക്കാൻ പോയ സമയത്തും അല്ലെങ്കിൽ അതിനുശേഷം പോയ സമയത്തൊക്കെ ഒറ്റയ്ക്ക് പോയി താമസിച്ച സമയങ്ങളുണ്ട്. തന്നെ ഉണ്ടാക്കാറുണ്ട്, സാധനം വെച്ചുവെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി അധികം സമയം എടുക്കുന്നില്ല. ഞങ്ങൾ കൊണ്ടുവന്ന ഓണ സമ്മാനങ്ങൾ അതും കൂടെ തരട്ടെ രണ്ടുപേർക്കും. മാവേലി ആദ്യം കൊടുത്തു. ഹോട്ടൽ ഹോളിഡേ ഇൻ കൊച്ചിൻ നൽകുന്ന ഒരു ഓണ ഗിഫ്റ്റ് ആണ്. 4 കൂട്ടം പായസമാണ് ഇതിനകത്തുള്ളത്. ഇനി പാം ട്രീ നൽകുന്ന മറ്റൊരു സമ്മാനം. ഇനി രണ്ടുപേർക്കും ഓണക്കോടി ഉണ്ട്. മാവേലി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ആദ്യം മാഡത്തിന് കൊടുക്കാം അല്ലെ? മഹാറാണി വെഡിങ് കളക്ഷൻസ് തൊടുപുഴ നൽകുന്ന നല്ലൊരു ഓണക്കോടി. ഇത് ഡോക്ടർക്ക് അഗെയിൻ സെയിം തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നൽകുന്ന നല്ലൊരു ഓണക്കോടി. ഞാൻ പാക്കറ്റ് ഇനി ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാരിയും മുണ്ടൊക്കെ മാറി കവർ കുഴപ്പമൊന്നുമില്ല അല്ലേ? എന്തായാലും ഒരുപാട് ആയുസ്സും ആരോഗ്യവും നിങ്ങൾക്ക് രണ്ടുപേർക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ഓണാശംസകൾ. താങ്ക് യു മാഡം. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ശരി ശരി മാവേലി, നമുക്ക് ഇറങ്ങാം. അപ്പൊ കാണാം.